ഇന്ന് ചെറിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഒരു അടിപൊളി ഒരു ഗെയിമിംഗ് ലാപ്പാണുള്ളത്. ഒരു MSIൻ്റെ ഒരു പുതിയ ഒരു ഗെയിമിംഗ് ലാപ്പാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വേണ്ട ഒരു ബ്ലാക്ക് ബോക്സിലൊക്കെ ആയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ബോക്സിൻ്റെ ബാക്കിലായിട്ട് അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു യൂസർ മാനുവലും അതിൻ്റെ ചെറിയൊരു ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള ഒരു ചെറിയൊരു ബാഗാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയതായിട്ട് വലിയതായിട്ടൊന്നുമില്ല, എന്നിരുന്നാലും ഒരു ഗെയിമിംഗ് ലാപ്പ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ബോക്സിൽ തന്നെ അതിൻ്റെ ഒരു ഡിസൈനിങ്, ആ ഒരു പാക്കിംഗ് ഒക്കെ നമുക്ക് കാണാനിരിക്കുന്നു. അതുണ്ട്. അപ്പോൾ ഒരു ക്വിക്ക് ഗൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ലാപ്പ് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്വിക്ക് ഗൈഡും ആ ഒരു അടങ്ങിയിട്ടുള്ള ആ ഒരു പേപ്പേഴ്സ് എല്ലാം ബ്ലാക്ക് തന്നെയാണ്. അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല, ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല. വേണ്ടവർക്കൊക്കെ ഇത് വായിച്ച് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഇനി അടുത്ത് നമുക്ക് ലാപ്പിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ഈ ഒരു ബ്ലാക്കിനെ പറ്റി നമുക്ക് പറയാം. സാധാരണഗതിയിൽ നമുക്ക് ഈ ഒരു ലാപ്പൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ ബ്ലാക്ക് കളറൊന്നും നമ്മളങ്ങനെ ഇഷ്ടപ്പെടാറില്ല. നമ്മളധികം പിന്നെ സിൽവർ കളറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ കളറായിരിക്കും നമ്മൾ ലാപ്പ് എടുക്കുന്നത്. പക്ഷേ ഇതൊരു ഗെയിമിംഗ് ലാപ്പ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഡിസൈനിങ് പ്രത്യേകിച്ച് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ബ്ലാക്ക് കളർ നമുക്കൊരു ബോറടിക്കാത്തൊരു കളർ തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബ്ലാക്ക് കളർ തന്നെ ചൂസ് ചെയ്തത്. പലർക്കും പല കളറുകളോടും ഇഷ്ടമായിരിക്കും. ഏതായാലും അപ്പോൾ ഇതാണ് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ആ ഒരു ഗെയിമിംഗ് ലാപ്പാണ്. സൈഡിലൊക്കെ അതിൻ്റെ ഒരു പോർട്ടുകൾ നമുക്ക് കാണാം. ഇതൊരു USB പോർട്ടാണ്. 3 USB പോർട്ടുകളാണ് നമുക്ക് ഈ ഒരു ലാപ്പിൻ്റെ കൂടെ ഉള്ളത്. ചില ലാപ്ടോപ്പുകൾ നമ്മളിപ്പോൾ പുതിയതായിട്ട് വാങ്ങുമ്പോൾ 2 നമുക്കിപ്പോൾ കാണാറുള്ളൂ. അപ്പോൾ പിന്നെ റെഡ് കളറ് പിന്നെ കീബോർഡാണ് നമുക്ക് വരുന്നത്. അതായത് നമ്മൾ രാത്രിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു റെഡ് കളറ് നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ ഈ ഒരു കീബോർഡ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ലാപ്ടോപ്പ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പവർ ഓൺ ചെയ്യുന്ന ഒരു ബട്ടൺ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്താണ്. പെട്ടെന്ന് തന്നെ കാണുന്ന ആളുകൾ ചിലപ്പോൾ ഇതിൻ്റെ ഓൺ ചെയ്യുന്ന ബട്ടൺ എവിടെയാണ് എന്ന് സംശയിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. ഏതായാലും 4GB ഗ്രാഫിക്സ് കാർഡ് ഈ ഒരു ലാപ്ടോപ്പിനകത്തുണ്ട്. ഒരു ഗെയിമിംഗ് ലാപ്പ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫങ്ഷനുകൾ ഇതിനുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി 8GB റാമാണ് ഈ ഒരു ലാപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ലാപ്പിനകത്ത് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ 3 USB പോർട്ടുകളാണ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് വരുന്നത്. പിന്നെ നമുക്കൊരു മൈക്ക് പോർട്ടും ഒക്കെ പിന്നെ ഒരു HDMI പോർട്ടും ഒക്കെ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് തന്നെ നമുക്ക് കാണാം. 256GB SSDയും ഈ ഒരു ലാപ്ടോപ്പിനകത്ത് തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു സ്പീഡിൽ തന്നെ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാനും വീഡിയോ എഡിറ്റിങ്ങിനൊക്കെ പറ്റുന്നുണ്ട്. ഒരേ സമയത്ത് തന്നെ ഫോട്ടോഷോപ്പും അഡോബിൻ്റെ ആഫ്റ്റർ എഫക്റ്റും ഫിൽമോറയൊക്കെ ഉപയോഗിച്ച് നോക്കി. പക്ഷേ ഒരു ലാഗിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അത് നമ്മൾ പ്രത്യേകിച്ച് തന്നെ നമ്മൾ നോക്കിയതാണ്. അപ്പോൾ ഒരു വയർലെസ് മൗസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു USB-ൻ്റെ ആ ഒരു അഡാപ്റ്ററാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 1.5 മാസത്തോളമായി ഇത് ഉപയോഗിച്ച് വരുന്നു. ഒരു പ്രശ്നമോ ഒരു ലാഗോ ഒന്നും തന്നെ വന്നിട്ടില്ല. വളരെയധികം കംഫർട്ടാണ്. വീഡിയോ എക്സ്പോർട്ടിങ്ങും എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ നടക്കുന്നുണ്ട്. അതുണ്ടോ, കീബോർഡൊക്കെ അത്യാവശ്യം നല്ലൊരു നല്ലൊരു ലുക്കുള്ള ഒരു കീബോർഡ് തന്നെയാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. പിന്നെ ഈ ഒരു ലാപ്പിനകത്ത് SSDക്ക് പുറമെ 1TB ഹാർഡ് ഡിസ്കുമുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസും നമുക്ക് കിട്ടും. നല്ലൊരു ഇതിൽ നമുക്ക് ഗെയിമിംഗ് കളിക്കാനൊക്കെ പറ്റും. നമ്മൾ ഗെയിമിങ്ങിന് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, കാരണം നമ്മൾ ഒരു ഗെയിമിംഗ് പർപ്പസിനല്ല അത് വാങ്ങിയത്. നമ്മൾ എഡിറ്റിങ്ങും പിന്നെ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ഇതിനകത്ത് ചെയ്ത് നോക്കി. ഒരു പ്രശ്നമോ ഒരു ലാഗിങ്ങോ ഒന്നും തന്നെ വരുന്നില്ല. ഒക്കെ പിന്നെ 8 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താണ്, ഒരു സമയം പോലും റെസ്റ്റ് എടുക്കാതെ. അപ്പം അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ ഒരു പ്രശ്നമോ ഒരു കാര്യങ്ങളോ ഒന്നും നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. എല്ലാം നമ്മൾ വളരെയധികം ടെസ്റ്റ് ചെയ്ത് നോക്കി. പല ആളുകളും ഇത് എടുത്ത സമയത്തൊക്കെ ഇതിനെപ്പറ്റി പല മോശമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്നിരുന്നാലും അതൊന്നും വകവെക്കാതെ നമ്മളിത് എടുത്തു. ആ ഒരു സന്തോഷത്തിൽ തന്നെ നമ്മൾ ഉപയോഗിച്ച് നോക്കി. ഒരു പ്രശ്നവും വരുന്നില്ല. ഞാൻ ആദ്യം പിന്നെ
8GB റാമാണ്, 4GB ഗ്രാഫിക്സ് ഉണ്ട്, 256 SSD ഉണ്ട്. പിന്നെ പ്രൊസസ്സർ വരുന്നത് i5 ആണ്. ഒരു ഗെയിമിംഗ് ലാപ്പ് ആയതുകൊണ്ട് തന്നെ ആ ഒരു സൈഡിലൊക്കെ ആ ഒരു ലുക്കിൽ തന്നെ വരും. പിന്നെ വലിയൊരു ഓവറായിട്ടുള്ളൊരു വെയിറ്റ് ഒന്നുമില്ല, എന്നിരുന്നാലും ചെറിയൊരു വെയിറ്റ് ഉണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. വീഡിയോ ഒക്കെ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്തൊക്കെ ആ ഒരു കളർ ഗ്രേഡിയൻസിൻ്റെ എന്തോ ഒരു ഓപ്ഷൻ ഇതിലുണ്ട് എന്ന് നമുക്ക് തോന്നി. ഏതായിരുന്നാലും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ വീഡിയോക്ക് താഴെ പറയുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഇത് HDMI പോർട്ട്. ഓക്കെ, ബൈ.